ജയ് കിസാൻ എന്ന ഫാമിലാണ്. ഫാമിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഏട്ടന്റെ പേരെന്താണ്? സുധീർ ഇന്താട്ടി. ഏട്ടൻ എത്ര കാലമായി കൃഷി തുടങ്ങിയിട്ട്? 2 വർഷമായിട്ട് കൃഷി ചെയ്യുന്നു. അതിന് മുമ്പ് കൃഷി ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ ആശോടെ നന്നാക്കിയാണ് കൃഷികൾ. ഇവിടെ എന്തൊക്കെയുണ്ട്? കൃഷികളിൽ വളർത്തു മീനുകളുണ്ട്, കരിമീനുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, മുകളിൽ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്, നെല്ലുണ്ടാക്കുന്നുണ്ട്, എല്ലാ കൃഷിയുണ്ട്. സമ്മിശ്ര കർഷകനാണ്. സമ്മിശ്ര കർഷകൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. സമ്മിശ്രം എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം പല വിധത്തിലുള്ള. ഫാമിന്റെ പേര് ജയ് ജവാൻ ജയ് കിസാൻ ഫാം. എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? എപ്പോഴും നമ്മുടെ കിസാനും അതേപോലെ തന്നെ ജവാൻ എപ്പോഴും മുൻപന്തിൽ നിൽക്കണ്ടേ വേണ്ടേ? അതേപോലെ തന്നെ ഞാനും ഒരു ജവാനായിരുന്നു ആദ്യം. അതിനുശേഷമാണ് ഇപ്പോൾ കൃഷി തുടങ്ങി. അപ്പോൾ ജയ് ജവാനായി ജയ് കിസാനായിരുന്നു. അങ്ങനെയാണ് പേര്. ഈ സ്ഥലം കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി, പിന്നെ 25-ാം വാർഡ്, കുറുവങ്ങാട്. വിദ്യാർത്ഥികൾ ഇവിടെ കാണാൻ വരാറുണ്ട്. പല സ്കൂളിൽ നിന്നായിട്ട് വരാറുണ്ട്. കുറെ കുട്ടികൾ വരുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഇതിനുള്ള സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലോ. ഫിഷറീസ് വകുപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്, കൃഷിഭവൻ ത്രൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ക്ഷീരസമിതി ഇതിന്റെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് നല്ല സഹായം ഇതിനൊക്കെ തരുന്നത്. വലുതായിട്ട് ഇതേപോലെ തന്നെ കൃഷി ഒരു ഫാം തന്നെ കിട്ടും. മീൻ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി കരിമീൻ്റെ കുട്ടികളെ ഉൽപ്പാദിക്കാൻ വേണ്ടി എയറേഷൻ കൊടുത്തിട്ട് ഇപ്പം പുറത്തുള്ള മീൻകുട്ടികൾ ശരിക്ക് തീറ്റ നിന്ന് പഠിക്കില്ല. അപ്പം വളർത്തുന്ന മീൻ നമ്മൾ തീറ്റ തിന്നാനുള്ള പരിശീലനം കൊടുക്കുക ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിനകത്ത് കുട്ടികളിട്ടതിന് ശേഷം നമ്മൾ തീറ്റ കൊടുക്കുക ഇതിനകത്ത്. പറഞ്ഞാലുണ്ട് കരിമീൻ്റെ കുട്ടികൾ കിട്ടൂല. ഞാൻ 3 ഫ്ലോട്ടായിട്ട് കരിമീൻ്റെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഉൽപ്പാദിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണിത്. കരിമീൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അവിടെ. താറാവും കോഴി രണ്ടും കൂടി ഒരുമിച്ചാണ് ഇപ്പം വളർത്തുന്നത്. കുറച്ച് കോഴികളുള്ള കുറച്ച് താറാവും. ഇത് പുറത്തേക്ക് ഇട്ട് വിടണോ? പുറത്തേക്ക് വിട്ടാൽ അങ്ങനെ ബുദ്ധിമുട്ടായി ഒരു സ്വയം തരിക. അങ്ങനെ പ്രശ്നം. എന്തൊക്കെ പക്ഷികളാണ് ഏട്ടൻ വളർത്തുന്നത്? ലവ് ബേർഡ്സ് കണ്ടില്ലേ? പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, 2 എണ്ണം ഭക്ഷണം കൊടുക്കാണ്ട് ചേർത്തി. പിന്നെ കോഴി, താറാവ് കണ്ടില്ലേ? ജീവിയുടെ മീന്, പശു, മുയല്. ഇത് നമ്മൾ മുയലിന്റെ അടുത്തേക്ക് പോകും. രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തേക്ക് ചാടുന്നു. ഉണ്ടോ?